വരികയാണ്. ചന്ദ്രകാന്ത്, താങ്കൾ നേരത്തെ തന്നെ ഒരു പ്രവചനം നടത്തിയതാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ വിജയുടെ ഒരു ഉദയം ഉണ്ടാകും, തമിഴക രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകും എന്ന്. ഇപ്പോൾ ഇത് തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണല്ലോ മുഖ്യമന്ത്രി കസേരയുടെ. ഇനി എന്തെങ്കിലും തടസ്സം കാണുന്നുണ്ടോ? ഏത് രീതിയിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ വിജയ്ക്ക് കഴിയും? മഞ്ജുഷ്, ഇത് വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു 4 ഡിബേറ്റിലെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കിട്ടിയ റെസ്പോൺസ് വളരെ മോശമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വിജയ് നമ്മളെ സംബന്ധിച്ചൊരു നടൻ മാത്രമാണ്. ആ നടൻ മാത്രമായിട്ട് അദ്ദേഹം ഇരിക്കണം എന്ന് നമ്മൾ കരുതുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളാണ് നമുക്കറിയാം. നമ്മൾ മലയാളികളും വൈകാരികമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. പല നേതാക്കളുടെയും ശവസംസ്കാര ചടങ്ങുകളിലൊക്കെ മലയാളികൾ പെരുമാറുന്ന രീതി നമ്മൾ കണ്ടതാണ്. അത് അതിവൈകാരികം തന്നെയാണ്. അതിലും വളരെ വൈകാരികമായ ഒരു ജനതയാണ് തമിഴ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ സിനിമയാണ് അവരുടെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത്. അവിടുന്ന് ഒരു നേതാവ് വേണം എന്നുള്ളത് അവർ MGRന് ശേഷം അല്ലെങ്കിൽ ജയലളിതയ്ക്ക് ശേഷം ഒരു നേതാവ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. രജനീകാന്തിനത് ആ സമയത്തിറങ്ങാൻ കഴിഞ്ഞില്ല. കമലഹാസന് ആ സമയത്തിറങ്ങാൻ കഴിഞ്ഞില്ല. വിജയകാന്ത് വരുമ്പോൾ അവിടെ ജയലളിതയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. അതിനുശേഷം സംഭവിച്ച ഒരു വാക്കുവമുണ്ട്, ഒരു വലിയ ശൂന്യതയുണ്ട്. അത് കൃത്യസമയത്ത് മനസ്സിലാക്കിയാണ് വിജയ് ഇറങ്ങിയത്. അല്ലാതെ നമ്മളീ പറയുന്ന പോലെ അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് പറയുന്നില്ല. വളരെ നമ്മുടെ കൺമുന്നിൽ കാണുന്നൊരു കാര്യമാണ് അന്ന് പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ സാധ്യതയുണ്ട്. ഇവിടെയുള്ളൊരു പ്രശ്നം വന്നത് ഒരു 11 സീറ്റിൻ്റെ കുറവുണ്ട്. വിജയ് 2 സീറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് വെക്കേണ്ടി വരും. അപ്പോൾ 107, പിന്നെ 11 സീറ്റ് വേണം. ഈ 11 സീറ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ DMKയുടെ സഖ്യകക്ഷികളായ കോൺഗ്രസിനെയും CPIയെയും CPMനെയും ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇപ്പം കോൺഗ്രസ് അങ്ങനെ വന്നാൽ തന്നെ 5-2, 7-2, 9 സീറ്റ്. പിന്നെ ഉള്ളത് VCK ആണ്. VCK അവർ അവിടെ പിന്തുണ നൽകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് വിജയോട് ചേരാൻ യാതൊരു മടിയുമില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാരോട് അതിനോടുള്ള അങ്ങനെയുള്ളൊരു മനോഭാവം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അപ്പോൾ സ്റ്റാലിൻ്റെ മുന്നണി തകരുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ദേശീയ തലത്തിലേക്ക് നടക്കുന്ന സംഭവത്തിൽ അതാണ് CPMനെ സംബന്ധിച്ചും CPയെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമുണ്ട്. അവർ വേണമെങ്കിലും വിട്ടു നിൽക്കാം, പക്ഷേ അവർ ഒരിക്കലും മുന്നണി വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ കോൺഗ്രസ് എന്തായാലും കൂടും എന്ന് തോന്നുന്നു. ഇനി അതല്ലെങ്കിൽ ഉള്ളൊരു പോസിബിലിറ്റി ഉള്ളത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്ക് താല്പര്യമാണ്, എല്ലാവർക്കും കോൺഗ്രസ് MLAമാർക്ക് താല്പര്യമാണ്, ഭരണത്തിലേക്ക് എത്താൻ പോവുകയാണ്. മാത്രമല്ല മന്ത്രിസ്ഥാനം നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ നമുക്കറിയാവുന്ന പലരും പോലും ഇവിടെ തമിഴ്നാട്ടിൽ മന്ത്രിയാവാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിർത്തിയിലെ അല്ലെങ്കിൽ അണ്ണാ DMK ഒരു പിന്തുണ കൊടുക്കണം. പക്ഷേ അതിന് കുറച്ചും കൂടി ആശയപരമായൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാം. പക്ഷേ കോൺഗ്രസിന് ആ പ്രശ്നമില്ല. കോൺഗ്രസ് എന്നും ഒരു വലിയ കക്ഷിയുടെ കീഴിൽ ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്നിരുന്നത്. ഇപ്പോൾ വലിയ കക്ഷി TVK ആണെന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് മടിയൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.